ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണു. അപ്പം ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടോ, ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. നീർദോശയാണ് ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ. ഇന്നും ഉഴുന്ന് ദോശയൊക്കെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് നീർദോശയായിരുന്നു. അപ്പോൾ നീർദോശ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അരിപ്പൊടി വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി കുതിർത്ത് പിന്നെ തലേ ദിവസം അരച്ച് വെക്കരുത്. രാവിലെ അരച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നല്ല നൈസാക്കിയിട്ട് ഉപ്പും ഇട്ട് ഇളക്കിയിട്ട് നല്ല നൈസാക്കിയിട്ട് നല്ല ലൂസ് വെള്ളം പോലത്തെ കേട്ടോ, അങ്ങനെ ആക്കിയിട്ട് ചട്ടിയിൽ ഒഴിക്കുക. ചട്ടി ചുറ്റിക്കുകയെ അല്ലെങ്കിൽ അങ്ങനെ ഷേപ്പിൽ പാരാൻ കഴിയുമെങ്കിൽ അങ്ങനെ പാർന്നിട്ടൊക്കെ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റുള്ള ദോശയാണ്. അപ്പോൾ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൽ ഒഴിച്ച് കൊടുക്കണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ പച്ചരി കുതിർക്കുക, രാവിലെ ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയം മുന്നേ അരയ്ക്കുക, ഉപ്പ് ചേർക്കുക, കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ലൂസിലുള്ള മാവാക്കുക. എന്നിട്ട് അത് വീശി ഒഴിച്ചു കൊടുക്കുക. ഇനി അങ്ങനെ കഴിയാത്ത ആൾക്കാർ ചട്ടി വെച്ചിട്ട് ആ ഒഴിച്ച വഴി തന്നെ പെട്ടെന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങോട്ട് എല്ലായിടത്തും പരന്ന് അങ്ങനെ കനം കുറഞ്ഞ നല്ല നൈസായിട്ടുള്ള ദോശ കിട്ടും. അത് തന്നെ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാം കേട്ടോ, നീർദോശ. പിന്നെ കുറച്ച് പൊരിയോ എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി കുതിർത്ത് അരച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോഴും ഇതേപോലെ നല്ല റെഡി. ആ പൊരീൻ്റെയൊക്കെ ഒരു ടേസ്റ്റും കൂടെ വരും, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ രണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ള ദോശയാണ്. അതിക്ക് എന്ത് കറി വേണമെങ്കിലും എടുക്കാം, എന്ത് കറി എടുക്കാം. ഇന്ന കറിയൊന്നുമില്ല, എല്ലാ കറി ഇനി ഒന്നുമില്ല, ജസ്റ്റ് ചട്നി ആണെങ്കിലും ടേസ്റ്റാണ്. നല്ല മസാലക്കറികളോ പിന്നെ ചിക്കനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് കറി എന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദോശയായിരുന്നു ഉണ്ടാക്കിയത്, നീർദോശ. ഞാൻ വേറെ സ്ഥലങ്ങളിലൊക്കെ വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, നീർദോശ എന്നാണ് പറയുന്നത്. കാരണം കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ടായിരിക്കും നീർ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെയൊക്കെ എന്താ വേറെ സ്ഥലത്തൊക്കെ എന്തൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി ഉച്ചത്തെ പരിപാടികളൊക്കെ നോക്കുകയാണ്. കറികളൊക്കെ ഉണ്ടാക്കണം. ചോറവിടെ ആവാനായിട്ടുണ്ട്. അപ്പോൾ കറികൾക്കൊക്കെ നോക്കട്ടെ. അപ്പം ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ സാമ്പാർക്കുള്ള പരിപ്പൊക്കെ വയ്ക്കാൻ നോക്കട്ടെ, അതിനിടയ്ക്ക് നിങ്ങളോട് സംസാരിക്കാം. അപ്പം നമ്മൾ പരിപ്പ് കൊണ്ടുവന്നു, കുക്കർ കൊണ്ടുവന്നു, പരിപ്പ് കഴുകി കൊണ്ടിരട്ടെ. സാമ്പാർ വയ്ക്കാം. സാമ്പാറിൻ്റെ ഒരു നാളികേരൊന്നും വറുത്തരയ്ക്കാത്തൊരു ടിപ്പ് ഞാൻ നാളെ പറഞ്ഞിരുന്നു, ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അതുപോലെയാണ് ചെയ്യണത്. കാരണം ഇന്ന് എളുപ്പം വേഗം കാര്യങ്ങളൊക്കെ നോക്കട്ടെ. പിന്നെ അതിനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞു. കുറച്ച് പച്ചരി, പിന്നെ പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, ഉലുവ, കുറച്ച് ജീരകം, 2 മണി കുരുമുളക്, ഇത്രയൊക്കെ ചേർത്തിട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് പൊടിച്ചെടുക്കുക. അത് നമ്മുടെ കറിക്ക് എത്ര തിക്നെസ് വേണമെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പം മല്ലിപ്പൊടി, കായും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട കറിയിൽ ഇതും കൂടെ ഇതൊരു 1-2 സ്പൂണും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുത്താൽ നല്ല തിക്കുമാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ മല്ലിയില കറിവേപ്പില ഒക്കെ ചേർക്കുക. കടുകും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഒരു വറവിടുക. സൂപ്പർ ടേസ്റ്റ് സാമ്പാർ. ഒരു കുഞ്ഞ് കഷ്ണം ശർക്കരയും ചേർത്ത് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റുള്ള സാമ്പാറാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനത്തെ ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ചായയുടെ തല പരിപാടി കഴിഞ്ഞതല്ലേ, അപ്പോൾ ഇനി ഉച്ചത്തെ ഊണിനുള്ള സാമ്പാർ. അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ, വേണ്ടവർക്കൊക്കെ ഫോളോ ചെയ്യുക. ഈസിയാണ്. നമുക്കിപ്പോൾ ജോലിക്കൊക്കെ പോകേണ്ടവർക്കൊക്കെ പ്രത്യേകിച്ച് എളുപ്പമാണ്. കാരണം ഇത് രാവിലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങയൊക്കെ വറുത്തരയ്ക്കുമ്പോഴേക്കൊക്കെ സമയം ഒരുപാട് പോകും. പിന്നെ അത് ചൂടാറാൻ വെയിറ്റ് ചെയ്യണം, അരയ്ക്കണമെങ്കിൽ ഇതൊക്കെ ടൈം പോണ സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇത് കുറച്ച് പൊടിച്ച് വെച്ചാൽ മതി. നല്ല അത്യാവശ്യം നമുക്ക് എത്ര തിക്ക് വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ഈ പൊടിയിട്ട് കറി വാങ്ങിയതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി. മുന്നേ ഇട്ട് കറിയിൽ ഇടേണ്ട ആവശ്യമില്ല. വറവൊക്കെ ചേർക്കുന്ന സമയത്ത് ഈ പൊടിച്ച് വെച്ച ഈ പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. സൂപ്പർ സാമ്പാറാണ്. ഞാൻ ചിലർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചിലർക്ക് പറഞ്ഞ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് നോക്കുള്ളൂ. രണ്ടുപേർക്ക് ഫോളോ ചെയ്യാം കേട്ടോ.
പിന്നെ ഞാൻ 2 റെസിപ്പി പറഞ്ഞില്ലേ, വീട്ടമ്മ ആയതുകൊണ്ട് എന്താണെന്ന് ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നത് കൊണ്ട് ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം വേണ്ടേ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി ഉണ്ടാക്കി കാണിക്കുന്ന അതേ പറഞ്ഞാലും ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ ചെയ്യാം. ഇനി ഉണ്ടാക്കി തന്നെ കാണിക്കണം. ഞാനേതായാലും ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ അത്രയും വീഡിയോ ലെങ്ത്ത് കൂടിപ്പോയി. ഇത്രയും തന്നെ ഞങ്ങളോട് സംസാരിച്ചു. ഞാൻ ഇതിൻ്റെ പുറമെ ഞാൻ ഇത് കാണിക്കും കൂടെ ചെയ്യുമ്പോഴേക്ക് വീഡിയോ ലെങ്ത്തായി പോയും. അപ്പം ഞാൻ സാമ്പാറിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ഇനി മുരിങ്ങക്കായ ഇല്ലാതെ സാമ്പാർ വയ്ക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. വെണ്ടയ്ക്കും തക്കാളി, ചെറിയ ഉള്ളി, ഇനി വേണമെങ്കിൽ സവോള ഒരു കഷ്ണം ഒന്നൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇനി ചേർത്തില്ല വെച്ചിട്ടും കുഴപ്പമില്ല. വെണ്ടയ്ക്കും തക്കാളി ഉള്ളിയും ഇത്രയും 3 കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് നല്ല സൂപ്പർ സാമ്പാറിന് ഉണ്ടാക്കാം. എപ്പോഴും ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഉണ്ടായിട്ടൊന്നും സാമ്പാർ വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഇത്രയൊക്കെ 2-3 കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇനി മത്തൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം, വഴുതനങ്ങ ഉണ്ടെങ്കിൽ ചേർക്കാം, ഒരു കുഞ്ഞ് കൈപ്പയ്ക്ക ഉണ്ടെങ്കിൽ ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, എന്ത് കഷ്ണവും സാമ്പാറിൽ ചേർക്കാം. ഇന്ന കഷ്ണം ചേർത്ത് മാത്രമേ സാമ്പാർ വയ്ക്കാമെന്നൊന്നുമില്ല, ഏത് കഷ്ണവും ചേർക്കാം. എല്ലാവരും ചോദിക്കും കൈപ്പയ്ക്ക ചേർത്താൽ കഴിക്കില്ലേ? അത്ര ചേർക്കരുത്, ഒരു കുഞ്ഞ് കഷ്ണമേ ചേർക്കാവൂ. നമുക്ക് കഷ്ണങ്ങളില്ല എന്ന് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി പെട്ടെന്ന് കഷ്ണങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഒരു ചെറിയ പീസോ, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉപ്പേരിക്കൊക്കെ മുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ പീസൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെറിയൊരു പീസൊക്കെ ചേർക്കാം. കൈപ്പയ്ക്കും ചേർക്കാം സാമ്പാറിൽ, ഒരു കുഴപ്പമില്ല, കയ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പം നാളെ ഞാൻ ആരോ പറഞ്ഞിട്ടു അവിയലിൽ കൈപ്പയ്ക്ക ചേർക്കില്ല. ചില സ്ഥലങ്ങൾ ചേർക്കില്ലായിരിക്കും കേട്ടോ. ഇവിടുത്തെ ഈ നാട്ടിലൊക്കെ ഞങ്ങൾ കൈപ്പയ്ക്ക, ചെറിയൊരു കഷ്ണം കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക ചേർത്തിട്ട് തന്നെയാണ് അവിയൽ ചെയ്യാറ്. അതാണ് ചില ആൾക്കാർ അത് ചേർക്കില്ലല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെല്ലാം ചേർക്കാം. അപ്പോൾ സാമ്പാറിലും ഇനി ഒരു കഷ്ണം ഇല്ല, അല്ലെങ്കിൽ പിന്നെ എന്താണ് വെണ്ടയ്ക്ക അധികം വേണം. വെണ്ടയ്ക്ക നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു കഷ്ണം എനിക്ക് തോന്നുന്നു സാമ്പാറിൽ. മുരിങ്ങക്കായ ഒഴിവാക്കിയാൽ സാമ്പാറിന് ഒരു ടേസ്റ്റിൽ മാറ്റമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് എന്ന് മാത്രം. അങ്ങനെ ഇനി ഒരു കഷ്ണം, ഏതെങ്കിലും ഒരു കഷ്ണം കുറവാണ് വിചാരിച്ചിട്ട് ആരും സാമ്പാർ വെക്കാതിരിക്കേണ്ട. മറ്റ് കഷ്ണങ്ങൾ എന്തൊക്കെ കഷ്ണം നമ്മളെ കയ്യിലുണ്ടോ അതൊക്കെ ചേർത്തിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. പക്ഷെ അതിൽ ചേർക്കുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പരിപ്പൊക്കെ അത്യാവശ്യം ചേർത്ത് തന്നെ സാമ്പാർ വയ്ക്കുക. അപ്പോഴാണ് ആ പരിപ്പിൻ്റെയും കായത്തിൻ്റെയൊക്കെ രുചി കൂടി കൂടുമ്പോഴാണ് സാമ്പാറൊക്കെ നല്ലൊരു ടേസ്റ്റായിട്ട് വരുന്നത്. പരിപ്പും ഉള്ളിയൊക്കെ ആദ്യം വേവിക്കാൻ വെക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് കഷ്ണം പച്ചയ്ക്ക് തന്നെ കായം വറുത്ത് പൊടിച്ച് അങ്ങനെയും ചേർക്കുക. അല്ല അതിന് മുന്നേ തന്നെ ഈ പരിപ്പുള്ളിയൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് കായം ചേർത്ത് നോക്കുന്നുണ്ട്. അപ്പോഴൊക്കെ കറിക്ക് വേറെ ടേസ്റ്റ് വരുന്നത്. നല്ല ടേസ്റ്റാണ് സാമ്പാർ. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴൊക്കെയാണ് നമ്മൾ നല്ല അങ്ങനത്തെ രുചിയുള്ള സാമ്പാർ കഴിക്കുക അല്ലേ. വീട്ടിലുണ്ടാക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നല്ല സാമ്പാർ കിട്ടും. അപ്പോൾ ഞാൻ വർത്തമാനം പറഞ്ഞിരിക്കണേക്ക് പരിപ്പ് കഴുകിയിട്ടില്ല. ടൈം പോവുകയല്ലേ, സമയം കളയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ പരിപ്പ് കഴുകാനെടുത്തിട്ടുണ്ട്. ഒരു 4 ആൾക്കൊക്കെ ഉള്ള സാമ്പാർ വെക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് മീതൊക്കെ പരിപ്പ് വേണം. അപ്പോഴാണ് സാമ്പാറിന് രുചി ഉണ്ടാവുള്ളൂ. പിന്നെ വെറും കുഞ്ഞുള്ളി കൊണ്ട് മാത്രം സാമ്പാർ വയ്ക്കാം. പരിപ്പും ചെറിയ ഉള്ളിയും മാത്രം ചേർത്തിട്ട് സാമ്പാർ വയ്ക്കാം. നല്ല ടേസ്റ്റുള്ള സാമ്പാർ, ഉള്ളി സാമ്പാർ എന്ന് പറയും. അതിനെന്താ പരിപ്പും ഉള്ളി തക്കാളി ഇത്രയാണ് സംഭവങ്ങൾ. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം, മറ്റ് സാമ്പാർ ചേർക്കണ എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ഞാൻ പറഞ്ഞ നാളികേരം വറുത്തരയ്ക്കുക. പിന്നെ അതുപോലെ ഞാൻ തരക്കണില്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പൊടികളൊക്കെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഉള്ളി സാമ്പാറായി. ഞാൻ അങ്ങനെ വെക്കണ്ടേ ഇങ്ങനെ വെക്കേണ്ടതെന്ന് ആലോചിക്കുകയാണ് കേട്ടോ. കാരണം ചെറിയ ഉള്ളി ഇരിക്കുന്നുണ്ട്, നമുക്ക് അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കട്ടെ. ഇനി മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.